കേരളം വിധി എഴുതി കഴിഞ്ഞു. സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണെന്ന് UDF നേതാവ് കെ മുരളീധരൻ. 100 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും മുറുമുറുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ശതമാനം LDF സർക്കാരിന് തിരിച്ചടിയാകുമെന്നാണ് കെ മുരളീധരന്റെ നിരീക്ഷണം. LDF പ്രചാരണം പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയത് UDF-ന് ഗുണകരമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവിൽ 5000 മുതൽ 10000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന് മുരളീധരൻ ഉറപ്പിച്ചു പറയുന്നു. വോട്ടർമാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം ആരോപിച്ചു. കൂടാതെ വോട്ട് ലഭിക്കാത്തതിന് സമുദായങ്ങളെ പഴിചാരുന്ന PC ജോർജിന്റെ നിലപാട് രാഷ്ട്രീയ മര്യാദയല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് വളരെ പക്വമായ മറുപടിയാണ് മുരളീധരൻ നൽകിയത്. ഇക്കാര്യത്തിൽ എടുത്തുചാടി പ്രതികരണം നടത്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും ജനം വിശ്വസിച്ച് ഭരണമേൽപ്പിക്കുമ്പോൾ കാര്യങ്ങൾ വഷളാക്കരുതെന്നും നേതാക്കൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തിരഞ്ഞെടുപ്പിന് പിന്നാലെ UDF 90 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കങ്ങളും അണിയറ നീക്കങ്ങളും സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ച ഒഴിവാക്കണമെന്ന പൊതുവികാരം ശക്തമായിരിക്കെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവന IA ഗ്രൂപ്പുകളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഷിയാസിനെ സതീശൻ അനുകൂലികൾ പ്രതിരോധിക്കുന്നു. ഇതിനിടെ MLA-മാരുടെയും ഹൈക്കമാൻഡിന്റെയും പിന്തുണ ഉറപ്പാക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നേതാക്കൾക്കിടയിൽ ഊർജിതമായി നടക്കുന്നു. വോട്ടെണ്ണും മുൻപേ കോൺഗ്രസിനുള്ളിൽ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചകൾ വരും ദിവസങ്ങളിൽ എങ്ങനെ നീങ്ങുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.